വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ്. അപ്പോൾ നമ്മ ഇന്ന് ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ നാളെയാണ് ട്രിപ്പ് പോണത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങളുടെ ട്രിപ്പിൽ ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് നോക്കാം. അങ്ങനെ അത്രക്കൊന്നുമില്ല, 2 days ട്രിപ്പാണ്. അപ്പോൾ പോണ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് പറയാം. ഇപ്പം ഞങ്ങൾ പാക്ക് ചെയ്യണ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചപ്പോഴാണ് ആലോചിച്ചു, അയ്യോ വീഡിയോ എടുക്കായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഇപ്പോൾ പകുതി വെച്ചാണ് ഇപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാക്കിങ് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഫുള്ള് അവിടെ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ വന്നപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഇവിടെ തന്നെ തുടങ്ങാം. ഈ 3 ബാഗായിരിക്കും കൊണ്ടുപോകണത്. ഇത് ഇച്ചിട്ടോളൂ അല്ലേ അല്ലേ ഞങ്ങളുടെ സാധാരണ ബാഗൊന്നും ഇട്ടിട്ട് വിടാറൊന്നുമില്ല. പിന്നെ ഈ 2 ബാഗ് ഞാൻ എടുക്കാന്ന് വിചാരിക്കുന്നു. 2 ദിവസം ഉള്ളൂ. പിന്നെ നമുക്ക് അങ്ങനെ കാറിലും ട്രെയിനിലൊക്കെ ആയിട്ടാണ് നമ്മൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടുന്ന് ട്രെയിനിൽ പോയിട്ട് പിന്നെ വേറെ ഇച്ചാടെ 2 ഫ്രണ്ട്സ് അല്ല ഇച്ചാടെ ഫ്രണ്ടും വൈഫും ഉണ്ട്. അപ്പോൾ അങ്ങനെ 4 പേരും കൂടി പോകാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കാറിലായിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കങ്ങനെ ലഗേജ് അങ്ങനെ കൊണ്ടു നടക്കണം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കാറിൽ തന്നെ വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ 2 ബാഗിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 ബാഗിലേക്കുള്ള പാക്കിംഗ് ആണ്. 2 ദിവസം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സല്ലാതെ വേറെ 2 ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോകണുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാനിവിടെ മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഇത് 2ഉം എൻ്റെ ഡ്രസ്സും ഇത് 2ഉമാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് ഇച്ചാടെ 2 ഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പാൻറ്റും 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചാക്കുള്ള ഒരു ഷൂ ആണ്. അപ്പോൾ അത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ എങ്ങനെ കാണിച്ചു തരാം. പിന്നെ ഒരു എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷ്, സോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഞങ്ങൾ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ നമ്മക്ക് വേണ്ടിട്ടല്ലേ അത് അവിടെ വെക്കണത്, നമ്മളോട് എടുക്കാനല്ലേ യൂസ് ചെയ്യാനല്ലേ. അപ്പൊ നമ്മ ഓൾറെഡി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതവിടെ വെറുതെ എടുക്കുന്നു. അപ്പൊ റിസോർട്ട് അവിടെ നിന്ന് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. യൂസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ എൻ്റെ 2 ഷൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇട്ടുകൊണ്ട് ചെരുപ്പിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത്. ഇച്ച ഷൂ ആയിരിക്കും ഇടുന്നത്. അതാണ് ചേട്ടൻ ഒരു ഷൂ എടുത്തിട്ടുള്ളത്. ഓൾറെഡി ഒരെണ്ണം ഇടുമല്ലോ. പിന്നെ ഇതിൽ എൻ്റെ കുറച്ച് അക്സസറി ഐറ്റംസ് അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക്, ഐലൈനർ അങ്ങനത്തെ അതിങ്ങനെ വല്ലാണ്ട് കാണിക്കണ്ട, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പേർക്കും വാച്ച്, ചീപ്പ് അതൊക്കെ ഉണ്ട്. പിന്നെ ഹെയർ ഓയിലും സ്പ്രേ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചട ക്യാപ്പ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, ഷോക്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം ഞാൻ 2 daysനല്ലേ. പിന്നെ ഇട്ടുകൊണ്ട് പോകണതും പിന്നെ 2 പേർക്ക് എക്സ്ട്രാ ഡ്രസ്സ് വെക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ഞാനിങ്ങനെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ വിളിച്ചാൽ പിന്നെ അതൊരു വീഡിയോ എടുത്തോടേന്ന് വെച്ചത്. അങ്ങനെ വെച്ചാൽ അങ്ങനെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ നാളെ എപ്പോഴാണ് പോണേ? നാളെ ഇവിടുന്ന് 3:25 ട്രെയിൻ. 3:25 ട്രെയിന്. അപ്പൊ 4:10 ഓ ആദ്യം ഓൾറെഡി ഫസ്റ്റ് എടുത്താന്ന് 4:10 ആയിരുന്നു. അപ്പൊ ചെന്ന് പോയിട്ട് ചേഞ്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചേഞ്ച് ചെയ്ത് 8:45. ഓക്കെ. അപ്പോൾ നാളത്തെ വീഡിയോ ഇനി ആ യാത്രയൊക്കെ ആയിരിക്കും. അപ്പം ഇന്ന് ഇപ്പം ഈ ഒരു പാക്കിങ്ങും കാണിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച് അങ്ങനെ ഇനിയിപ്പോൾ ഞാനിതൊക്കെ എടുത്തേക്കണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തേക്കാം. ആദ്യം ഇടേണ്ടത് ലാസ്റ്റ് വെക്കുക, രണ്ടാമത് ഇടേണ്ടതൊക്കെ താഴെ വെക്കാം. അങ്ങനെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തേക്കാം. പിന്നെ എവിടെക്കാണ് പോണെന്ന് ഇപ്പോൾ പറയണോ? അതിന് നാളത്തെ വീഡിയോയിൽ പറയാം അല്ലേ. അത്ര വലിയ സർപ്രൈസ് അങ്ങനെ സർപ്രൈസ് വീഡിയോ അങ്ങനൊന്നല്ല, എന്നാലും ഞങ്ങളുടെ കുറച്ച് സന്തോഷങ്ങളല്ലേ. ഓൾറെഡി ഇച്ചിങ്ങനെ ഞാൻ പറഞ്ഞിങ്ങനെ ഇവിടെ എവിടെയെങ്കിലും പോവാ, ഒരു കേക്ക് കട്ടിങ് അങ്ങനെ മതി നമുക്ക് എന്നൊക്കെ പറഞ്ഞു. കാരണം ഇപ്പൊ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും ഒന്നും വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനൊക്കെ ഉദ്ദേശിച്ച്. പിന്നെ ഇത്തമാരൊക്കെ ഇപ്പൊ വന്നു പോയതാണ്. പിന്നെയും അവര് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളൊക്കെ ഉള്ളതല്ലേ കുട്ടികൾക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ആഘോഷമായിട്ട് കഴിക്കേണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോവാ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ഓൾറെഡി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാണ് ചേട്ടാ ഫ്രണ്ട്.
അപ്പോൾ അവനും വൈഫും കൂടിയിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരിങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ നമുക്ക് അവരായിട്ട് അവർക്ക് എന്തായാലും ഇവിടെ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം, അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പോവാം, പിന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ് മതി, അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഷാല്ല പിന്നെ എപ്പോഴെങ്കിലും നല്ല രീതിക്ക് കഴിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി വരുന്നുണ്ടല്ലോ അപ്പം അങ്ങനെയാണ് വിചാരിച്ചേ. അപ്പോൾ ഇച്ച പറഞ്ഞ് വേണ്ട, ഇച്ചക്ക് എന്തായാലും ട്രിപ്പ് പോകണം. ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായല്ലേ, കുറേ 2-3 മാസമായി തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാനവിടെയും ഇപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് പറയുന്നത് മലപ്പുറം ടു തൃശ്ശൂർ, തൃശ്ശൂർ ടു മലപ്പുറം, ഇങ്ങനെയാണ് ഞങ്ങളുടെ ട്രിപ്പ് വരുന്നത്. അപ്പോൾ എല്ലാതും ഞങ്ങൾ ഇങ്ങനെ അത് തന്നെ കുഴപ്പമില്ലല്ലേ, കുറേയൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പോകണതൊക്കെ തന്നെ നല്ലതാണ്. അങ്ങനെ രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇച്ചേർന്ന് എന്നാൽ പിന്നെ നമുക്ക് ഇപ്രാവശ്യം വേറെ എവിടേക്കെങ്കിലും പോവാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇപ്പം അവരെടുത്തേക്ക് പോയിട്ട് പിന്നെ ഇനി എന്താണ് പ്ലാൻ എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞുതരാം അല്ലേ. അപ്പോൾ നാളത്തെ വീഡിയോ ഒക്കെ അതിനെ സംബന്ധിച്ചായിരിക്കുള്ളൂ. ഞങ്ങൾ ട്രിപ്പ് എങ്ങനെയാണ് പോകുന്നത് ഞങ്ങൾക്കും വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഇന്ന് ഇച്ചാക്കിപ്പോ അധികം ലീവ് എടുക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ലോങ് ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മള് ചെറിയൊരു സ്പേസിൽ ഹാപ്പി ആയിട്ട് പോവാ അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞങ്ങൾ ഇപ്പൊ പോവാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെ നടക്കും എങ്ങനെയൊക്കെ ആവുന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങളും ഞങ്ങളെ കൂടെ വാ. ഇത് ഇതിലേക്കാലേ ചിലപ്പോ അവിടെ മഴ ഉണ്ടെങ്കിലോ വെയിലുണ്ടെങ്കിലോ നമുക്കതൊക്കെ കൊണ്ടുപോവാം. നമുക്ക് എല്ലാതും ഇങ്ങനെ എടുത്തു വെക്കാം, വേണ്ടെങ്കിലും വേണമെങ്കിലും ഒക്കെ നമ്മ ഇങ്ങനെ വെക്കാം. എനിക്ക് തന്നെ ട്രിപ്പ് പോകുമ്പോ എനിക്കെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം. പ്ലാൻ ചെയ്തെന്നല്ല, എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം. അതിപ്പോ ഇപ്പോഴൊന്നല്ല, എപ്പോഴായാലും ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ട്രിപ്പ് ഒന്നല്ല, ഇപ്പൊ എന്റെ വീട്ടിൽ പോകുന്ന വെച്ചാലും എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഇന്നതൊരു സാധനം ഇങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ. നമ്മളേലും ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുപോകണം. അതിന് എത്ര വെയിറ്റ് ഉള്ളതായാലും ശരി ഞാൻ കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോ ഞാൻ ചെറുതൊന്ന് എനിക്ക് നല്ലത് അതെന്താന്നാ, ഇപ്പൊ ഒരു നല്ല പ്ലേസ് കണ്ടു, അപ്പൊ നമ്മ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോ ഇതൊക്കെ നമുക്കൊരു ബാധ്യത. അതായത് ബാഗ്, അപ്പൊ ഇപ്പൊ ഫോണ്, എനിക്ക് ഫോണൊന്നും ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഫോൺ കൊണ്ട് എടുക്കണ ഇഷ്ടമില്ല. അപ്പൊ തന്നെ ചടയിൽ കൊടുക്കും. പിന്നെ ഈ ബാഗ് ആയാലും അപ്പൊ പിടിക്കണം, അങ്ങനൊക്കെ ചടയിൽ ഇങ്ങനെ കൊടുക്കും. അപ്പൊ അതാണ് ടോച്ചപ്പോ പറഞ്ഞത്. അപ്പൊ എനിക്കിങ്ങനെ ഇതിലിപ്പോ പല സാധനങ്ങളും വേണ്ടി വരൂലായിരിക്കും, കാരണം ഇപ്പൊ ഇത്രയും വാച്ച് ഇത്രയും കണ്ണടൊന്നും നമ്മ യൂസ് ചെയ്യില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ സ്റ്റോക്ക് വെക്കണം. എനിക്ക് അവിടെ ചെന്നിട്ട് അയ്യോ ഈ ഡ്രസ്സിന് ഇത് മതിയായിരുന്നു, ഇത് പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, ഇപ്പൊ എനിക്കിപ്പോ ആ ഡ്രസ്സ് ഇപ്പൊ എനിക്ക് അങ്ങോട്ട് അവിടെ ചെന്നിട്ട് എനിക്കതൊരു കംഫർട്ടായില്ല. അങ്ങനെ പിന്നെ എനിക്ക് ആ ഒരു ഇപ്പൊ പോണോടത്തായാലും ചെല്ലിനോടത്തായാലും എത്ര ഹാപ്പി എന്ന് വെച്ചാലും എനിക്കതിങ്ങനെ ആ ഒരു നെഗറ്റീവായിട്ട് മനസ്സിൽ എടുക്കും. അങ്ങനെ ചിലർക്ക് പലർക്കും ഉണ്ടാവും അത് എന്തെങ്കിലും ഒരു കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വലിയ ഹാപ്പി ആവില്ല എന്നുള്ളത്. അതെന്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട് അങ്ങനെ, അല്ലാണ്ട് എനിക്ക് മാത്രല്ല അങ്ങനെ. അപ്പോൾ അതാണ് ഇപ്പൊ അറേഞ്ച് ചെയ്ത് അങ്ങനെ വെക്കണം. നമുക്കതൊക്കെ ചെയ്യാൻ നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒരു പാക്കിംഗ് വീഡിയോ, അതായത് 2 ദിവസം ഇനി വരാൻ പോകുന്ന ട്രിപ്പിന്റെ ഒരു ജസ്റ്റ് ഒരു പാക്കിംഗ് വീഡിയോ മാത്രമായിട്ടുള്ളൂ. അതെ, ഇനി ഓൾറെഡി പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കൊന്ന് കിടന്നുറങ്ങണം, എനിക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം, ഇച്ചാക്ക് ഷോപ്പിൽ പോകണം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇനി നാളത്തെ വീഡിയോ ഞങ്ങൾ പോകുന്ന വീഡിയോ ആയിരിക്കും. അപ്പം എല്ലാവരും ഇഷ്ടമായ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഞങ്ങളുടെ എന്താവുന്നൊന്നും അറിയുന്നില്ല, എന്നാലും ഞങ്ങളുടെ ട്രിപ്പിലുള്ള വീഡിയോ ആയിരിക്കും നാളെ. അപ്പം എന്തായാലും എല്ലാവരും കാണാം. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.